അനന്തപുരിയിൽ കടൽപോരിന്റെ കരുത്തുകാട്ടി നാവികസേനയുടെ അഭ്യാസ പ്രകടനം സാക്ഷ്യം വഹിച്ച് സർവ്വസൈന്യാധിപയും 10,000-കണക്കിന് മലയാളികളും. ആത്മനിർഭര ഭാരതത്തിന്റെ പ്രതീകങ്ങളായി INS വിക്രാന്തും INS കൊൽക്കത്തയും മറൈൻ കമാൻഡോസും സീഹോക്ക് MiG-29 വിമാനങ്ങളും അടക്കം അണിനിരന്ന കണ്ണഞ്ചിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾക്കാണ് ശംഖുമുഖം സാക്ഷിയായത്. 4:20 തലസ്ഥാനത്തെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ഗാർഡ് ഓഫ് ഓണറും INS കൊൽക്കത്തയുടെ ഗൺ സല്യൂട്ടും. രാഷ്ട്രപതി വേദിയിലെത്തിയ ശേഷം 5:15 സേനാഭ്യാസത്തിന് തുടക്കമായി. ആർത്തുലയുന്ന തിരമാലകളെ കീറിമുറിച്ച വിക്രാന്തും കൊൽക്കത്തയും ഇംഫാലുമടക്കമുള്ള പടക്കപ്പലുകൾ. തെളിഞ്ഞ ആകാശത്ത് മിന്നൽ പിണരുകൾ പോലെ സീഹോക്കും വിക്രാന്തിൽ നിന്ന് പറന്നുയർന്ന MiG-29 അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ. ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾ മുതൽ അന്തർവാഹിനികളെ വേട്ടയാടുന്നതുവരെയുള്ള പ്രകടനങ്ങളുമായി സീ കിങ് MH-60A ചേതക് ഹെലികോപ്റ്ററുകൾ. അടി ഉയരത്തിൽ നിന്നുള്ള പാരാ ഡ്രോപ്പിംഗ് മുതൽ കടൽ കൊള്ളക്കാരെ വേട്ടയാടുന്നതടക്കം കടലിലും കരയിലും ആകാശത്തിലും സ്വന്തം ശരീരം തന്നെ ആയുധമാക്കിയ സാക്ഷാൽ മറൈൻ കമാൻഡോസിന്റെ അത്ഭുത പ്രകടനങ്ങൾ. അച്ചടക്കത്തിൻ്റെയും നിരന്തര പരിശീലനത്തിൻ്റെയും പ്രതീകങ്ങളായി ബീറ്റിംഗ് ദ റിട്രീറ്റും കണ്ടിന്യൂവിറ്റി ഡ്രില്ലും ഹോൺ പൈപ്പ് നൃത്തവുമെല്ലാം ഓപ്പറേഷൻ ഡെമോയുടെ മാറ്റുകൂട്ടി. കേരളത്തിൻ്റെ നാവിക പാരമ്പര്യം ഓർമ്മിപ്പിച്ച് രാഷ്ട്രപതിയുടെ നാവിക സേനാദിന സന്ദേശം. People of India are grateful to the men and women of Indian Navy for their service to the nation. We are proud of each one of you. On behalf of fellow citizens, I would like to thank all of you for your professionalism, passion and patriotism. I am happy to note that the Indian Navy is choosing various cities for operational demonstration on the Navy Day. It is a welcome step to provide opportunities to the citizens of various parts of the country to witness our Navy's excellence. രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപ പങ്കെടുത്ത ആഘോഷമെന്നതിനപ്പുറം കേരളത്തിൻ്റെ തീരക്കടലിന് നാവികസേന നൽകുന്ന പ്രാധാന്യം കൂടിയാണ് ശംഖുമുഖത്ത് വ്യക്തമായത്. ജനം, തിരുവനന്തപുരം.